നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പേയ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് 3 പാർട്ടായിട്ടാണ് കെ സ്മാർട്ടിൽ നടക്കുന്നത്. 1 ക്ലെയിം ജനറേഷൻ, 2 പേയ്മെന്റ് ഓർഡർ ജനറേഷൻ, 3 പേയ്മെന്റ് ജനറേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 3 പാർട്ടും സെപ്പറേറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള സംവിധാനം കെ സ്മാർട്ടിൽ ഉണ്ട്. അതാണ് പേയ്മെന്റ് ക്യാൻസലേഷൻ എന്ന പ്രോസസ്സ്. അതിനായി സർവീസസ് എന്ന മെനുവിൽ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന മെനുവിൽ നിന്നും പേയ്മെന്റ് ക്യാൻസലേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്ത് നൽകുക. പേയ്മെന്റുമായി ബന്ധപ്പെട്ട ക്യാൻസലേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ, ഈ 3 റോള് കാണേണ്ട പ്രോസസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 3 പാർട്ടായിട്ടാണ് നടക്കുന്നത്. 3 ടൈപ്പിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 1 ക്ലെയിം ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ നിന്ന് ക്ലെയിം സെലക്ട് ചെയ്ത് വൗച്ചർ നമ്പറോ ഫയൽ നമ്പറോ നൽകി സെർച്ച് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സബ്മിറ്റ് ചെയ്ത് വെരിഫയർ വെരിഫൈ ചെയ്ത് അപ്രൂവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ക്ലെയിം ക്യാൻസലേഷൻ പ്രോസസ്സ് കഴിയുന്നു. ഇത്തരത്തിൽ ക്ലെയിം ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ക്ലെയിം ക്യാൻസൽ ചെയ്താൽ ക്ലെയിം ക്യാൻസൽ ആകുന്നു, പേയ്മെന്റ് ഓർഡർ ക്യാൻസൽ ആകുന്നു, പേയ്മെന്റും ക്യാൻസൽ ആകുന്നു. നേരെ ഫയൽ എവിടെ പോകുന്നു? കസ്റ്റോഡിയന്റെ കയ്യിൽ തിരിച്ചു പോകുന്നു. വീണ്ടും ആദ്യം മുതൽ ക്ലെയിം ജനറേഷൻ പ്രോസസ് ചെയ്ത് വരുന്നതിന് വേണ്ടി. ക്ലിയർ? രണ്ടാമത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സംഭവം പേയ്മെന്റ് ഓർഡർ ക്യാൻസലേഷൻ. ഈ ട്രാൻസാക്ഷൻ ടൈപ്പ് പേയ്മെന്റ് ഓർഡർ സെലക്ട് ചെയ്ത് വൗച്ചർ നമ്പറും ഫയൽ നമ്പറും കൊടുത്ത് സെർച്ച് ചെയ്ത് ഇവിടെ നിന്ന് സബ്മിറ്റ് ചെയ്ത് വെരിഫയർ വെരിഫൈ ചെയ്യുന്നു, അപ്രൂവർ അപ്രൂവ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? പേയ്മെന്റ് ഓർഡർ ആണ് ഇത്തരത്തിൽ ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്തു പോകുന്നതെങ്കിൽ പേയ്മെന്റ് ഓർഡറും പേയ്മെന്റും ക്യാൻസൽ ആവുന്നു. ഫയൽ നേരെ പേയ്മെന്റ് ഓർഡർ ജനറേഷൻ എന്ന സർവീസ് മാപ്പ് ചെയ്ത വ്യക്തിയുടെ ലോഗോയിൽ വരുന്നു. എന്തിനാണ്? അവിടെ നിന്ന് ക്ലെയിം ചെയ്യേണ്ട, ഇനി പേയ്മെന്റ് ഓർഡറും പേയ്മെന്റും മാത്രം ചെയ്താൽ മതിയാവും. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഒരു ക്യാൻസലേഷൻ. ഇനി മൂന്നാമതൊരു ക്യാൻസലേഷൻ ആണ് ഇതുപോലെ തന്നെ പേയ്മെന്റ്. എന്ത് സംഭവിക്കുന്നു? സെയിം പ്രോസസ്സ്, ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ കാണുന്നു, പേയ്മെന്റ് ക്യാൻസലേഷൻ കഴിയുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു? പേയ്മെന്റ് ക്യാൻസലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫയൽ നേരെ പേയ്മെന്റ് എന്ന സർവീസ് മാപ്പ് ചെയ്ത വ്യക്തിയുടെ ലോഗിനിൽ, അതായത് പേയ്മെന്റ് ചെയ്ത വ്യക്തിയുടെ ലോഗിനിൽ എത്തുന്നു. ക്ലെയിമും ചെയ്യണ്ട, പേയ്മെന്റ് ഓർഡറും ചെയ്യണ്ട, നേരെ എന്ത് ചെയ്താൽ മതി? ആ ഫയലിൽ പേയ്മെന്റ് പ്രോസസ് മാത്രം ചെയ്താൽ മതിയാവും. ഇത്തരത്തിലാണ് കെ സ്മാർട്ടിൽ പേയ്മെന്റ് ക്യാൻസലേഷൻ പ്രോസസ്സ് നടക്കുന്നത്.